ക്രിസ്തുവിൽ വാത്സല്യമുള്ളവരെ, ആണ്ടുവട്ടം 11-ാം ഞായർ നാം ശ്രവിക്കുന്ന സുവിശേഷ ഭാഗം മർക്കോസ് 4-ാം അധ്യായം 26 മുതൽ 34 വരെ വാക്യങ്ങളാണ്. ഉപമകളിലൂടെയുള്ള യേശുവിൻ്റെ അധ്യാപനത്തിൽ നിന്നെടുത്തിട്ടുള്ളതാണ് ഈ വചനഭാഗം. ഈ സുവിശേഷ ഭാഗത്തിൽ വിത്തിനെ സംബന്ധിക്കുന്ന 2 ഉപമകളാണ് നമുക്ക് ലഭിക്കുന്നത്. അതിൽ ആദ്യത്തേത് തനിയെ വളരുന്ന വിത്തിൻ്റെ ഉപമയാണ്. 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ വിതയ്ക്കപ്പെട്ട വിത്ത് ഭൂമിയിൽ ഏറെ നാൾ വിശ്രമിച്ചതിനു ശേഷം താനെ മുള പൊട്ടുന്നു. മണ്ണിൻ്റെ മേൽപ്പരപ്പിൽ ഉദയം ചെയ്ത നാമ്പ് ഒരു ശുശ്രൂഷയ്ക്കും വിധേയമാകാതെ പടിപടിയായി വളർച്ച പ്രാപിക്കുകയാണ്. ഇലകളും കതിരുകളും ധാന്യമണികളുമായി ഇവ ഈ ഭൂമിയിൽ നിലനിൽക്കുന്നു. കാലത്തിൻ്റെ പൂർണ്ണതയിൽ കൊയ്ത്തിന് പാകമാകുമ്പോൾ വിളവെടുപ്പിനായി കർഷകൻ അവയ്ക്കുമേൽ അരിവാൾ വയ്ക്കുകയാണ്. വിത്തിൻ്റെയും അത് മുള പൊട്ടുന്നതിൻ്റെയും വിളവെടുപ്പിൻ്റെയും ഉപമയിലൂടെ ശ്രോതാവിന് വളരെ വേഗത്തിൽ തന്നെ ചില ദൃഷ്ടാന്തങ്ങൾ ലഭിക്കുകയാണ്. വിത്ത് വിതച്ചത് ദൈവമാണ് എങ്കിൽ വിത്ത് ദൈവരാജ്യമാണ്. അത് ദൈവത്തിൻ്റെ സാന്നിധ്യം വിളിച്ചോതുന്നു. ഭൂമിക്ക് മേലുള്ള വിത്തിൻ്റെ വളർച്ചയുടെ പുരോഗതി ദൈവരാജ്യത്തിൻ്റെ സ്വീകാര്യതയെ കാണിക്കുകയാണ്. തഴച്ച് വളർന്നു നിൽക്കുന്ന കതിർക്കുലകൾ ദൈവം, അതായത് കർഷകൻ കൊയ്തെടുക്കപ്പെടുമ്പോൾ അത് അന്ത്യവിധിയുടെ ദൃഷ്ടാന്തമായി ഭവിക്കുന്നു. ജോയൽ 4:13 കാണുക. ദൈവരാജ്യമാകുന്ന വിത്ത് ഭൂമിയിൽ വചനമായി, അതായത് യേശുവായി വിതയ്ക്കപ്പെട്ടു കഴിഞ്ഞു. ഏറെ നാൾ വചനമാകുന്ന വിത്ത് ഭൂമിയിൽ അദൃശ്യമാകുന്നുവെങ്കിലും ദൈവസാന്നിധ്യം ആ വചനത്തോടൊപ്പം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതിൻ്റെ സമൃദ്ധമായ വളർച്ച ദൃശ്യമായ ദൈവരാജ്യത്തിൻ്റെ വളർച്ചയാണ്. ഈ വളർച്ച സംഭവിക്കുന്നത് യേശുവിൻ്റെ ശുശ്രൂഷയിലൂടെയാണ്. അതായത് യേശുവിൻ്റെ ശുശ്രൂഷയിലൂടെ ദൈവം സത്യമായും ഭൂമിയിൽ വാഴാൻ തുടങ്ങി. ഇത് ഗ്രഹിക്കുവാനും ഉൾക്കൊള്ളുവാനും അനേകർക്ക് പ്രയാസമാണെങ്കിലും ദൈവം ജനങ്ങളുടെ മധ്യേ യേശുവിലൂടെ പ്രവർത്തിക്കുന്നുണ്ട്. ദൈവരാജ്യത്തിൻ്റെ വളർച്ചയുടെ പാതയിൽ എതിർപ്പുകളും പരാജയപ്പെടുത്തലുകളും കടന്നേക്കാം. എങ്കിലും ദൈവരാജ്യം പൂർണ്ണ വളർച്ചയിലെത്തുകയും സമൃദ്ധമായ ഫലം നൽകുകയും ചെയ്യും. സമയത്തിൻ്റെ പൂർണ്ണതയിൽ ഫലം ശേഖരിക്കപ്പെടുകയും ചെയ്യും. ഇന്നത്തെ സുവിശേഷത്തിലെ വിത്തിനെ സംബന്ധിക്കുന്ന 2ാമത്തെ ഉപമ കടുക് മണിയുടെ ഉപമയാണ്. ആദ്യത്തെ ഉപമയിൽ നിന്ന് വ്യത്യസ്തമായി ഫലത്തെക്കുറിച്ചും കൊയ്ത്തിനെക്കുറിച്ചും പ്രതിപാദിക്കാതെ പൂർണ്ണ വളർച്ചയെത്തിയ കടുക് വൃക്ഷം അനേകർക്ക് അഭയമായി തീരുന്ന കർമ്മശേഷിയെ ഉയർത്തിക്കാട്ടുകയാണ്. മർക്കോസ് രേഖപ്പെടുത്തുന്ന ഈ ഉപമയുടെ മറ്റൊരു ചുരുങ്ങിയ പതിപ്പ് കാനൂനികമല്ലാത്ത തോമസിന്റെ സുവിശേഷത്തിൽ ലഭ്യമാണ്. അധ്യായം 20. ഇത് പ്രകാരം വളർന്നു നിൽക്കുന്ന കടുക് ചെടിയിൽ നിന്ന് വിത്തുകളിൽ ഏറ്റവും ചെറിയ ഒരു വിത്ത് നിലത്ത് വീഴുകയാണ്.
മർക്കോസ് രേഖപ്പെടുത്തുമ്പോൾ വിത്ത് വീഴുന്നതിന് പകരം വിതയ്ക്കപ്പെടുന്നതായി പറയുന്നു. ഈ ഉപമയ്ക്ക് മുന്നേ രേഖപ്പെടുത്തിയ വിത്തിന്റെ 2 ഉപമകളിലും മർക്കോസ് സുവിശേഷകൻ വിത്ത് വിതയ്ക്കപ്പെടുന്നതായിട്ടാണ് പറഞ്ഞു വയ്ക്കുന്നത്. അവയ്ക്ക് സമാന്തരമായിട്ടാവണം ഇവിടെയും മർക്കോസ് വിത്ത് വിതയ്ക്കപ്പെടുന്നതായി രേഖപ്പെടുത്തുന്നത്. എന്നിരുന്നാലും ഇരുവരുടെയും വീക്ഷണപ്രകാരം കടുക് വൃക്ഷത്തിൻ്റെ പരമമായ ലക്ഷ്യം അനേകർക്ക്, അതായത് പക്ഷികൾക്ക് അഭയവും തണലും നൽകുക എന്നത് തന്നെയാണ്. ദൈവരാജ്യത്തിൻ്റെ സ്ഥാപനം വളരെ ചെറുതായിട്ടാണ് തുടങ്ങുന്നത്. അത് പൂർണ്ണമായ വളർച്ച പ്രാപിച്ചു കഴിയുമ്പോൾ അതിൻ്റെ പ്രവർത്തനശേഷി സ്ഫോടനാത്മകമാണ്. അനേകർക്ക് അഭയവും തണലും നൽകുവാൻ തക്ക വിധം ചെറുതായി ആരംഭിച്ച ദൈവരാജ്യം പടർന്ന് പന്തലിക്കുന്നു. ദൂരവ്യാപകമായ ദൈവരാജ്യത്തിൻ്റെ ഈ വിജയം യേശുവിലൂടെ സമാരംഭിച്ച ശുശ്രൂഷയുടെ ഫലമാണ്. യേശു എന്ന വ്യക്തിയിലൂടെ ദൈവരാജ്യം പ്രവർത്തനക്ഷമമാകുന്നത് കാണുമ്പോൾ മാത്രമേ ഈ ഉപമയുടെ ആഴത്തിലുള്ള അർത്ഥം ഗ്രഹിക്കാൻ കഴിയൂ. ഉപമകൾ വഴിയുള്ള യേശുവിൻ്റെ പ്രബോധനത്തിനുള്ള ഒരു പൊതു സംഗ്രഹമാണ് തുടർന്നുള്ള 2 വാക്യങ്ങളിൽ ഇന്നത്തെ സുവിശേഷത്തിൽ മർക്കോസ് നൽകുന്നത്. ഈ പൊതു സംഗ്രഹം യേശുവിൻ്റെ പഠനം മനസ്സിലാക്കാൻ സഹായിക്കുന്നതിന് ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്ന് സൂചന നൽകുകയാണ്. പക്ഷേ വിതക്കാരൻ്റെ ഉപമ മനസ്സിലാക്കാൻ ശിഷ്യർക്ക് യേശു നൽകിയ വീക്ഷണം ഇവിടെ ആവശ്യമായി വരികയാണ്. അങ്ങനെയെങ്കിൽ ഉപമയുടെ അർത്ഥം ശിഷ്യർക്ക് വിശദീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത ഉപമകളിലൂടെയുള്ള പ്രബോധനത്തിൽ അന്തർലീനമായ അവ്യക്തതയിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. എങ്കിലും ഉപമകളിലൂടെയുള്ള പ്രബോധനം മനസ്സിലാക്കാൻ കേൾവിയുടെ ആവശ്യകത 4-ാം അധ്യായത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയും. 3-ാം വാക്യം, 9-ാം വാക്യം, 23-ാം വാക്യം, 24-ാം വാക്യം, 33-ാം വാക്യം, ഇവിടെയൊക്കെ കേൾവിയുടെ ആവശ്യകത എടുത്തു കാട്ടുന്നുണ്ട്. കൂടാതെ വിതക്കാരൻ്റെ ഉപമയ്ക്ക് നൽകിയിരിക്കുന്ന വ്യാഖ്യാനം ഉപമകൾ ദൈവവചനം കേൾക്കുവാനും യേശുവിനെ അനുഗമിക്കുവാനുമുള്ള ആഹ്വാനമാണെന്ന് ശ്രോതാക്കളെ ഓർമ്മിപ്പിക്കുന്നു. ഉപമ കേട്ടിട്ടും മനസ്സിലാക്കാത്ത ശിഷ്യർ ശിഷ്യവലയത്തിന് പുറത്താണ്. ഉപമകളുടെ വിശദീകരണത്തിൽ നിന്നും ഒരു ശിഷ്യനാകാൻ 3 ഘടകങ്ങളുണ്ടെന്ന് നാം മനസ്സിലാക്കുന്നു. 1 കേൾവി, അതല്ലെങ്കിൽ ശ്രവണം. 2 വചനം സ്വീകരിക്കുന്ന മനോഭാവം. 3 ഫലം പുറപ്പെടുവിക്കുക എന്നത്. ഉപമകളെ സംബന്ധിച്ച യേശുവിൻ്റെ വിശദീകരണം മർക്കോസ് ഓർമ്മിപ്പിക്കുന്നതിലൂടെ ഉപമകൾ മനസ്സിലാക്കുന്നതിൽ നിന്ന് ശിഷ്യരെ ഒഴിവാക്കണമെന്ന് സുവിശേഷകൻ ഉദ്ദേശിക്കുന്നില്ല. പകരം ശിഷ്യത്വത്തെക്കുറിച്ച് ശ്രോതാക്കൾ തന്നെ സ്വന്തമായി ഒരറിവ് അഥവാ ധാരണ രൂപപ്പെടുത്തണം എന്ന് മർക്കോസ് ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ 2 ഉപമകളും വിശ്വാസികളുടെ ചിന്താശേഷിയെ പ്രചോദിപ്പിക്കുന്നു. 1, ദൈവരാജ്യത്തിൻ്റെ വളർച്ച നമ്മുടെ കൈകളിലാണെന്ന അഹങ്കാരം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അത് ദൈവത്തിൻ്റെ പ്രവർത്തനമാണ്. സകലതും നമ്മിലൂടെ സാധ്യമാകുന്നു എന്ന ചിന്തയിൽ നിന്ന് എല്ലാം ദൈവകരങ്ങളിലൂടെ സംജാതമാക്കപ്പെടുന്നുവെന്ന ചിന്തയിലേക്ക് നമുക്ക് വളരാം. 2,
ദൈവരാജ്യം ദൃശ്യമായ വസ്തുക്കളുടെ ബാഹുല്യത്തിൽ നിലനിൽക്കുന്നില്ല. തികച്ചും നിസാരമായ ഒരു തുടക്കമാണ് ഇതിനുള്ളത്. എന്നാൽ ദൈവരാജ്യത്തിൻ്റെ വിപുലമായ പിൽക്കാല വളർച്ചയ്ക്ക് നമ്മുടെ അശ്രാന്ത പരിശ്രമം ആവശ്യമാണ്. അമൂർത്തമായ സ്നേഹം, സമത്വം, നീതി, സമാധാനം തുടങ്ങിയവയാണ് നിസ്സാരമായി തുടങ്ങുന്ന ദൈവരാജ്യത്തിൻ്റെ സത്ഫലങ്ങൾ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.